ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഈദ് വീഡിയോ ആണ്. ഈദ് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒരു ട്രിപ്പ് വ്ളോഗും കൂടെ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചെറിയ വിഷ്വൽസേ ഉള്ളൂ ഈദിൻ്റെ, പിന്നെ ബാക്കി ഫുൾ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈദിൻ്റെ വ്ളോഗ് കുറേ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, അതായിരുന്നു സംഭവം. അപ്പം ഞാൻ രാവിലെ തന്നെ രാത്രി നമ്മൾ മൈലാഞ്ചി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നിട്ട് അങ്ങനെ നമ്മളെല്ലാവരും മൈലാഞ്ചി ഇട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ നമ്മൾ രാവിലെ എന്നും വേണ്ടില്ലാതെ നേരത്തേക്ക് നീറ്റ് ചെയ്തത്, ഈദൊക്കെ അല്ലേ, അപ്പോൾ നേരത്തെ നീക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നേരത്തെ നീച്ച് നമ്മളെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഈദാകുമ്പോൾ പെട്ടെന്ന് കഴിയും. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തൊക്കെയായിരുന്നു, പ്രത്യേകിച്ച് ഉണ്ടാക്കാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈദാകുമ്പോൾ എൻ്റെ രാവിലത്തെ പണി എന്താ വെച്ചാൽ ക്ലീനിങ് ഒക്കെ കഴിച്ച് ഈ ബുഹൂറും ക്യാൻഡിലൊക്കെ കത്തിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു പ്രൊഡക്റ്റ് ഒരു വൈബ് വരുള്ളൂ. അപ്പോൾ ഇതിനകത്തൊക്കെ കത്തിച്ചാലേ അതിൻ്റെ ഒരു രസം വരുള്ളൂ. പിന്നെ നമ്മൾ ഫുഡൊക്കെ വന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മ ചെന്നൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിക്കാൻ മറന്നു. അപ്പോൾ ബിരിയാണി വന്നേക്കിന് അതൊക്കെ കഴിച്ച് ലഗുൺ ബിരിയാണി കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ആൻഡ് പിന്നെ ഇളനീർ പായസം. പക്ഷേ ഞാൻ പായസം അങ്ങനെ കുടിക്കില്ല, അതുകൊണ്ട് ഞാനത് ഷൂട്ട് ചെയ്യാനും പറഞ്ഞു കുടിച്ചിട്ടുമില്ല. ആൻഡ് പിന്നെ എൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈദ് മുബാറക്ക് എല്ലാവർക്കും. ഇതാണ് ഞങ്ങളെ ഈദ് കോസ്റ്റ്യൂമിൽ കേട്ടോ. ആൻഡ് പിന്നെ ഇതാണ് എൻ്റെ അനിയത്തിൻ്റെയൊക്കെ കോസ്റ്റ്യൂം. ഞാൻ ഇപ്രാവശ്യം ജസ്റ്റ് ഒന്ന് വെറൈറ്റി ആക്കി. ഞാൻ സുഡിയോയിൽ പോയപ്പോൾ എനിക്ക് ഈ പാൻറ്റ് ഇഷ്ടപ്പെട്ടിട്ട് പാൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടോപ്പിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പരാഗിലെ പറ്റി മെറ്റീരിയൽ എടുത്തിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ കൊടുത്തിരുന്നു കേട്ടോ. എൻ്റെ മെഹന്തി ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഫിംഗർ മാത്രം ഇട്ട് കേട്ടോ. കാണൂ എൻ്റെ റിങ്സ് കാണും. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണ്ടോ. കാരണം പിന്നെ ഒന്നാമത് ക്യാമറ എൻ്റെ കൈ കിട്ടിയാൽ പിന്നെ ഞാൻ തന്നെ ആകെ മാറിപ്പോകും. പിന്നെ നമ്മൾ ഈദൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമല്ലോ. അപ്പോൾ ഞാൻ മൂത്തമ്മക്കൊക്കെ പോയി അവിടുന്ന് മൂത്തമ്മ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കി അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തറവാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയി. ഉമ്മാൻ്റെ വീട്ടിലേക്കല്ല, കാക്കുൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ കാക്കു ഇന്നാൾ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാക്കു ആരാ, വീട് നിങ്ങളെ വീടാണോ എന്നൊക്കെ. ആൻഡ് കാക്കു പറയണത് എൻ്റെ ഉമ്മാൻ്റെ ബ്രദറാണ്, ചെറിയ ബ്രദർ. ഞാളിപ്പോൾ ഉണ്ടായിട്ട് നമ്മൾ അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയത് നമ്മൾ കാർ കയറിയതും പകുതി എത്തിയപ്പോൾ ഫുൾ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ പേരും മഴയാണ്, നമുക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അങ്ങനെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈദിൻ്റെ ദിവസം. അപ്പോൾ അവിടുന്ന് എൻ്റെ കസിന് കുട കയറ്റി വരിക കേട്ടോ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഓളെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചു കൊണ്ടുപോയത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെ കൊണ്ടുപോകില്ല, ഓളെ കൊണ്ടുപോയി ഓളങ്ങനെ ഒത്തക്ക് പോകുമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ മോള് പിക്ക് ചെയ്യാൻ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. അപ്പോൾ ആൻറ്റിയും അവിടെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു വെറൈറ്റി ഫ്രൂട്ട് സലാഡ് ആയിരുന്നു. കുറേ പുഡിങ്ങും ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫ്രൂട്ട് സലാഡ്. അപ്പോൾ അത് കഴിച്ച് എനിക്ക് ഈ പായസം ഇഷ്ടമല്ല. അപ്പോൾ എല്ലായിടത്തും പോയാൽ ഞാൻ പായസം എവിടെ നിന്നും കുടിക്കില്ല. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പായസം കുടിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പായസം കുടിക്കില്ല. അപ്പോൾ ഞാൻ ഇത് ഇത് എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഓരോ ഫാമിലി ഷൂട്ടും കാര്യങ്ങളും നമ്മളെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഫുഡും കഴിച്ച് ഇറങ്ങിയിട്ടോ. ഗായ്സ്, വി ആർ റെഡി. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ട്രിപ്പ് പോവാണ്, മൂന്നാർക്ക് പോവാണ്. സോ ഇപ്പോൾ ടൈം എത്രയെന്നറിയില്ല 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. സോ നമ്മൾ പോവാണ്. പിന്നെ ബാക്കി നമുക്ക് കാണാം. ബൈ. കണ്ടോ ഫിറ്റ് അവിടെ പടക്കം പൊട്ടിക്കൽ തുടങ്ങിയിട്ടുണ്ട് കുട്ടികള്. മോനെ മാറിക്കടാ. അല്ല, എനിക്ക് വീഡിയോ എടുക്കാനാടാ. സീറ്റ് ഉറപ്പിച്ചാ? പിന്നെ നമ്മൾ റെഡിയൊക്കെ ആയി ബസ്സും വന്ന് നമ്മൾ ഈദിൻ്റെ പടക്കമൊന്നും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതൊന്ന് ട്രിപ്പ് പോണതിൻ്റെ ഒരു ഇതും കൂടെ ആക്കി പൊട്ടിക്കാൻ വിചാരിച്ച് നമ്മൾ കുറേ പടക്കം പൊട്ടിച്ചു. സ്കൈ ഷോട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ടൈപ്പ് പടക്കങ്ങളും പൊട്ടിച്ച് അത് വീഡിയോ എടുക്കും. പക്ഷേ അത് പൊട്ടൂല. ഈ മഴയൊക്കെ ആയതുകൊണ്ട് അതിന് ചെറിയ എന്തൊക്കെ ഒരു തകരാറുണ്ടായിരുന്നു.
നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഗായ്സ്. സോ നമ്മള് സ്റ്റാർട്ട് Welcome back to my channel, SpongeBob SquarePants. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പറയുന്നത് ഫുള്ള് ബാക്കിൽ മ്യൂസിക്കും എന്താ സോങ്ങൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ കോപ്പിറൈറ്റ് അടിക്കുമോ എനിക്കൊക്കെ അറിയില്ല കേട്ടോ എങ്ങനെയാണ് എന്താണെന്നും. അപ്പോൾ ഞാനിത് വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ചു. നമ്മളൊരു 10 മണി 10:15 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന്. ഫുഡൊക്കെ കഴിച്ചിട്ടാണ്, രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ബസ് കയറി അറിയാലോ, ഫുൾ എന്താ പാട്ടും പെയ്തും എല്ലാം കൂടെ ആയിട്ട് ഫുൾ വൈബ് ആയിരുന്നു എല്ലാവരും കൂടെ. പക്ഷേ അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് അറിയാതെ, പക്ഷേ പാട്ടത്തിൽ വന്നാൽ ഇങ്ങനെ എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ എന്താ കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും ഒരു വൈക്ക് സൈഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നീക്കുന്നത് ഒരു വാട്ടർഫാളിൻ്റെ കാര്യങ്ങളൊക്കെ ഒച്ച കേട്ടിട്ടാണ്. പോണ വൈക്കിന് ഒരു വാട്ടർഫാൾ ഉണ്ട്, കുറച്ച് ഫേമസ് ആയ വാട്ടർഫാളാണ് തോന്നുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ പക്ഷേ ആർക്കും അങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. ബസ് കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടു. ആർക്കും ആ ഉറക്കത്തിൻ്റെ ഒരു ഹാങ് ഓവർ വിടാത്തതുകൊണ്ട് ആർക്കും ഇറങ്ങാനുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എത്തി കുറച്ച് നേരം വാട്ടർഫാൾ ഇങ്ങനെ കണ്ടിരുന്നു. പിന്നെ നമ്മൾ റൂമിലെത്തി. റൂം നമ്മൾ എടുക്കാൻ വിചാരിച്ചതല്ലേനു, കാരണം നേരത്തെ എത്തി, 4:30 ആയപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടോ. അപ്പോൾ അങ്ങനെ നേരത്തെ എത്തിയോണ്ട് നമ്മൾ അവിടെ 2 റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഞങ്ങൾ ഗേൾസ് എല്ലാവരും പാടെ കിടന്നു, പിന്നെ കുട്ടികളും ബാക്കി ആണുങ്ങളൊക്കെ വേറെ റൂമിലും പാടെ കിടന്ന്. നമ്മൾ ഒരു റൂം എടുത്തു, ഫ്രഷായി. ടൈം 4 മണി അങ്ങനെ ആയിട്ട് നമുക്ക് 7 മണിക്ക് മാറ്റി പോകണം. ഓക്കെ. പിന്നെ നമ്മൾ കുറച്ച് നേരം കിടന്ന് എണീറ്റ് പിന്നെ ഫ്രഷൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കട്ടെ, കുറേ ലാഗ് ആവേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഓക്കെ, ബൈ.